പ്രണാമം. കഴിഞ്ഞ ദിവസം ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ കാണുകയുണ്ടായി. ഭഗവത്ഗീത അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള തെറിവിളിയാണ് എന്നൊക്കെ പറഞ്ഞത്. ഭഗവത്ഗീത പറഞ്ഞു വന്നത് ഒരു മതഗ്രന്ഥമായതുകൊണ്ട് ഇത് ശാസ്ത്രീയമല്ല, ഇതൊരു കഥയാണ്, കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് താങ്കൾ പറയേണ്ട ആവശ്യമില്ല. ഇത് എഴുതിയ ഗ്രന്ഥകാരൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു കഥയാണ്. ഇമാ കഥാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂത് ഉന്നതു പരമാർത്ഥം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊരു കഥയാണ്. ഇമാ കഥാസ്തേ കഥിതാമഹീയസ. ഞാൻ ഇതിൽ പറയുന്ന മഹാന്മാരായ രാജാക്കന്മാരുടെ കഥകൾ, ജനിച്ചതും മരിച്ചതുമായ രാജാക്കന്മാരുടെ കഥകൾ ഞാൻ പറയുന്നത് അവർക്കെന്താണ് സംഭവിച്ചത്, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളത്. വിധായ ലോകേഷു യശപ്പരേയുഷ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതർ എന്നത് പരമാർത്ഥം. ഞാനീ പറഞ്ഞതൊക്കെ കഥകളാണ്, ഇത് പരമാർത്ഥങ്ങളല്ല. ഇതിങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതരുത്. എന്താണ് ഭഗവത്ഗീതയുടെ കോർ എന്ന് പറയുന്നത്? ആരാണോ ധർമ്മം പരിപാലിക്കേണ്ട വ്യക്തി, ധർമ്മം പരിപാലിക്കേണ്ട വ്യക്തിയിൽ തന്നെ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോകത്ത്? ഒരു രാജ്യത്തിൻ്റെ ധർമ്മം ഒരു രാജാവിൽ നിക്ഷിപ്തമാണ്. ആ രാജാവ് തന്നെ, ധർമ്മം പരിപാലിക്കേണ്ട രാജാവ് തന്നെ അധർമ്മം പ്രവർത്തിച്ചാൽ രാജ്യം നാശത്തിലേക്ക് പോകും. ഏതൊരു പിതാവാണോ മകളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്, ആ പിതാവ് തന്നെ മകളെ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ധർമ്മബോധത്തെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ്, അല്ലെ നമ്മളെ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഒരുപക്ഷെ താങ്കൾ സംസാരിച്ചപ്പോൾ കേട്ടിച്ചിരിക്കുന്ന ഒരു സമൂഹം, ഒരു യുവാക്കൾ അല്ലെ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കേട്ടത് അതുപോലെ വിഴുങ്ങാതെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേട്ടതൊക്കെയാണോ സത്യത്തിൽ ഭഗവത്ഗീത? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഗ്രന്ഥത്തിന് അത്രയും പ്രാധാന്യം വരേണ്ട ആവശ്യമില്ല. അതിനെ നിങ്ങളൊന്ന് വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ കൊണ്ടുവന്നൊന്ന് വിശകലനം ചെയ്തിട്ട് അതിനുശേഷം അത് കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തള്ളിക്കളയാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഭഗവത്ഗീതയ്ക്ക് ഇത്ര വലിയൊരു പ്രാധാന്യം നൽകുന്നത്? ഈ ഗ്രന്ഥത്തിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പിടികിട്ടും. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ശ്ലോകം, അല്ലെങ്കിൽ ശ്ലോകം പറയാം. ഒരു പിക്ചറാണ് ഭഗവത്ഗീതയുടെയോ അല്ലെങ്കിൽ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെയോ മുന്നിൽ വരുന്ന ഒരു പിക്ചറുണ്ട്. അർജുനനും ശ്രീകൃഷ്ണനും കൂടി ഒരു രഥത്തിൽ പോകുന്നു. 5 കുതിരകളെ ഉള്ള ഒരു രഥത്തിൽ പോകുന്ന ഒരു പിക്ചർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തതായി ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഭാരതത്തിലുണ്ടെന്ന്. അതെന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഈ 5 കുതിരകൾ? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ് ആ 5 കുതിരകളായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 ഇന്ദ്രിയങ്ങൾ. ശ്രദ്ധിച്ചാൽ മതി. ആ 5 ഇന്ദ്രിയങ്ങൾ, 5 കുതിരകളും 5 ഡയറക്ഷനിലാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു രഥം, ആ രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ, 5 കുതിരകൾ 5 ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ രഥം ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ 5 കുതിരകൾ. ആ കുതിരകളെ കെട്ടിയിരിക്കുന്ന ഒരു കടിഞ്ഞാണുണ്ട്, പ്രഗ്രഹം എന്ന് പറയും. ആ കടിഞ്ഞാണാണ് നമ്മളുടെ മനസ്സ്. ആ കടിഞ്ഞാണ്, 5 കുതിരകളുടെയും കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ബുദ്ധി. ശ്രീകൃഷ്ണനെ ബുദ്ധിയുടെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. അത്ര ഉയർന്ന സ്ഥാനമാണ് ബുദ്ധിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നതും ഈ ഗ്രന്ഥത്തിൽ. അർജുനൻ്റേതാണ് ഈ രഥം, ഈ ശരീരം. പലപ്പോഴും ഇന്ദ്രിയങ്ങൾ നമ്മളെ വഴി തെറ്റിക്കാറുണ്ട്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ മനസ്സ് നമ്മളെ വഴി തെറ്റിക്കാറുണ്ടല്ലേ? എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്തുനിന്ന് നല്ലൊരു സ്മെല്ല് വന്നു.
ഉടനെ നമ്മുടെ മനസ്സ് പറയും നീ അങ്ങോട്ട് പോകും, അതെന്താ നോക്ക് എന്ന് പറയും. നമ്മൾ ഉടനെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം മനസ്സ് പറയും അത് മേടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മണമുണ്ട് എന്ന് പറയും. അപ്പോൾ ബുദ്ധി പറയും വേണ്ട, കാരണം നിനക്ക് ഷുഗറുണ്ട്, അതുകൊണ്ട് നീ ഇപ്പോൾ ആ മധുരം കഴിക്കണ്ട, നിൻ്റെ ഷുഗറിൻ്റെ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ആ മധുരം മേടിച്ച് കഴിക്കാം, അതുവരെ നീ അത് കഴിക്കണ്ട എന്നും ബുദ്ധി പറയും. പക്ഷേ മനസ്സ് പറയും അതൊന്നും വേണ്ട, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട, നീ മേടിച്ച് കഴിച്ചോളാൻ പറയും. നമ്മുടെ പ്രശ്നത്തെ കൊണ്ട് ചാടിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നത്തിൽ പോയി ചാടുന്നത്. അപ്പോൾ ആ മനസ്സിനെ ബുദ്ധിയുടെ കേന്ദ്രത്തിൽ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നു എങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് വഴിപിഴച്ചു പോവില്ല. ആ ശ്രീകൃഷ്ണൻ ശരിയായ വിധത്തിൽ ആ പ്രഗ്രഹത്തെ, ആ ചരടിനെ വേണ്ട വിധത്തിൽ ഒരുപോലെ വലിച്ച്, അല്ലെങ്കിൽ ഓരോ കുതിരകൾക്കും വേണ്ട കൃത്യമായ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുതിര ഒറ്റ സ്ഥാനത്തേക്കേ പോവുള്ളൂ. ആ ഒറ്റ സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ രഥം ആ കൃത്യമായ പോയിന്റിൽ എത്തിയിരിക്കും. അപ്പം നമ്മൾ ആരെയാണ് കേൾക്കേണ്ടത്? നമ്മൾ നമ്മുടെ ബുദ്ധി പറയുന്നതാണ് കേൾക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ രഥകൽപ്പന. ആരാണ് പഞ്ചപാണ്ഡവന്മാർ? ആരാണ് കൗരവപട എന്ന് പറയുന്നത്? കൗരവപട 101 പേരാണ് പറയുന്നത്. ആരാണ് 101 പേര്? 100 എന്ന് പറയുന്ന ഒരു തികഞ്ഞ സംഖ്യയാണ്. 100% എന്ന് നമ്മൾ പറയും അല്ലേ? 101 എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എണ്ണമറ്റതെന്ന് അതിൻ്റെ അർത്ഥം. എണ്ണമറ്റത്, ഒരുപാട്. അവരൊക്കെ ഇവിടെ കൗരവരെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ദുഷ്ടശക്തികളായിട്ടാണ് അല്ലേ? അതിൽ ആദ്യത്തെ പുത്രനാണ് ദുര്യോധനൻ. ദുര്യോധനൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുർധനത്വാത് ഇത് ദുര്യോധനൻ എന്നാണ്. ധനത്തെ ദുർവിനിയോഗം ചെയ്യുന്നവൻ ദുര്യോധനൻ. അങ്ങനെ ഒരു ക്യാരക്ടർ എൻ്റെ ഉള്ളിലില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദുശാസനൻ. ആരാണ് ദുശാസനൻ? ദുഷ്ടും ശാസനം ഇത് ദുശാസനൻ എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഇല്ലേ? അത് ചെയ്യ്, ഇത് ചെയ്യ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുക. ഓരോ പ്രാവശ്യം ഓരോ ശാസനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. ഞാനാണ് വലുത്. അങ്ങനെ പറയുന്നൊരു ക്യാരക്ടർ എൻ്റെ ഉള്ളിലില്ലേ? ഇതുപോലെ എത്ര എണ്ണമറ്റ ക്യാരക്ടേഴ്സ്, എണ്ണമറ്റ ചീത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 101 കൗരവപ്പട എന്ന് പറയുന്നത്. ഇവർ പാണ്ഡവന്മാരുടെ ബന്ധുക്കളാണ്. എന്തുകൊണ്ടാണ്? ഇത് എന്നിൽ തന്നെ നടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതൊരു ഭാഗമാണ്. എൻ്റെ ഉള്ളിൽ ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല 5 കാര്യങ്ങൾ കൊണ്ടിട്ട് പഞ്ചപാണ്ഡവന്മാരെ കൊണ്ട് വേണം ഞാനിതിനെ എതിർക്കാൻ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവരെ ബന്ധുക്കളായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ യുദ്ധത്തെ ഇങ്ങനെയാണ് കാണേണ്ടത്. എൻ്റെ ഉള്ളിലാണ് യുദ്ധം നടക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ധാർമ്മിക ബോധം, ഇങ്ങനെയുള്ള 5-6 കാര്യങ്ങൾ, അതുകൊണ്ട് വേണം എൻ്റെ ഉള്ളിലുള്ള ചീത്ത സ്വഭാവങ്ങളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്ത് അവയെ പുറത്തു തള്ളാൻ. ഇതാണ് യുദ്ധം. എൻ്റെ ഉള്ളിലാണ് യുദ്ധം നടക്കുന്നത്. ഇതാണ് അതിൻ്റെ സൂക്ഷ്മതലം. അത് കാണാതെ അതിൻ്റെ പുറത്ത് അത് ചമച്ചിരിക്കുന്ന ഒരു കഥയെടുത്തിട്ട് അതിൻ്റെ സയൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ, താങ്കളൊക്കെ സയൻറ്റിഫിക് ആണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. ഒരു ശ്ലോകം കൂടെ പറയാം, കുറച്ചുകൂടി അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ത ധനുർധര തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതർ മതർ മമ. ഇതാണ് ആ ലാസ്റ്റ് ശ്ലോകം. എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര കൃഷ്ണോ എന്നല്ല പറഞ്ഞത്. എവിടെയൊക്കെ കൃഷ്ണനുണ്ടോ, എവിടെയൊക്കെ അർജുനനുണ്ടോ, അവിടെയൊക്കെ വിജയമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ശ്ലോകത്തിൻ്റെ മലയാള അർത്ഥം വായിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എത്ര യോഗേശ്വര കൃഷ്ണോ എന്നാണ് പറയുന്നത്. അവിടെ കൃഷ്ണനെ യോഗേശ്വരനാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടായാൽ പോരാ. ചില കേസുകളിൽ, ചില പ്രശ്നങ്ങളിൽ നമ്മൾ പെടുമ്പോൾ നമുക്ക് ബുദ്ധി ഉണ്ടാവും. നമുക്ക് ബുദ്ധി ഉണ്ടായാൽ പോരാ, ആ ബുദ്ധിയെ ഷാർപ്പൺ ചെയ്ത് നിർത്തണം. ഷാർപ്പായിരിക്കണം ആ സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ത ധനുർധര. അവിടെ അർജുനൻ ഉണ്ടെങ്കിൽ ജയിച്ചു എന്നല്ല,
പാർത്ഥൻ്റെ കയ്യിൽ, അർജുനൻ്റെ കയ്യിൽ ധനുർധൻ, അതായത് ആയുധം ഏന്തിയ അർജുനനായിരിക്കണം. ധൈര്യത്തോടെ നമ്മളൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുമ്പോൾ എന്താണ് ആ പ്രശ്നമെന്ന് കൃത്യമായി പെട്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട വിധത്തിലുള്ള ചിന്തകൾ നൽകി ധൈര്യത്തോടു കൂടി നമ്മളവിടെ നിൽക്കണം. അപ്പം ധൈര്യത്തോടു കൂടി നമ്മളവിടെ നിന്ന് എൻ്റെ ബുദ്ധിയെ കുറച്ചുകൂടെ ഷാർപ്പാക്കി കാര്യങ്ങളെ വ്യക്തമായി ഗ്രഹിച്ചതിന് ശേഷം നീ യുദ്ധത്തിനിറങ്ങിക്കോ, നീ വിജയിച്ചിരിക്കും. സംസ്കൃതത്തിൻ്റെ ശ്ലോകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു അർത്ഥം മാത്രമേ താഴെ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് വായിച്ചാൽ ഒന്നും ഭഗവത്ഗീത മനസ്സിലാവത്തില്ല. ഈ തരത്തിൽ ഭഗവത്ഗീത പഠിക്കണം. ഇതിൻ്റെ സൂക്ഷ്മതലമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഭഗവത്ഗീത എന്ന് നിങ്ങൾ ഇതിൻ്റെ സൂക്ഷ്മതലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രന്ഥം കൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇതിനെ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തി ആ ഗ്രന്ഥം കത്തിക്കുമ്പോഴാണ് നമുക്ക് ചൊടിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങ് ABC ന്യൂസ് ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അത് താങ്കൾ പറയുന്നുണ്ട്, ഒരു BJP പ്രവർത്തനം ആരോ വിളിച്ചിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുന്നു 85-90% ഹിന്ദുക്കൾക്കും ഇതിനെ ഈ വിധത്തിൽ പഠിച്ചിട്ടില്ല ഭഗവത്ഗീത ആരും തന്നെ. അതുകൊണ്ട് എന്താ ചെയ്യുക, ഈ ഭഗവത്ഗീത അവരിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക. ഇത് കണ്ടോ, ഇത് ഞാൻ ഹിന്ദുവാണ്, എൻ്റെ ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക. 100-150 വർഷമായിട്ട് എൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് കൈമാറ്റം ചെയ്തു വന്ന ഗ്രന്ഥമാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പേപ്പർ പോലും ചുളുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. അവിടെയാണ് പ്രശ്നം. ഒരു പേപ്പർ പോലും അതിനെ ചുളുങ്ങിയിട്ടില്ല. കാരണം അവനത് തുറന്നു നോക്കിയിട്ടില്ല. അതിനകത്തുള്ളത് എന്താണെന്ന് അവൻ അറിയത്തില്ല. എന്തൊക്കെയോ ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഈ അഹങ്കാരത്തോടു കൂടി പറയുന്നത് ഇത് ഭഗവത്ഗീതയാണെന്ന്. അത് തുറന്നു നോക്കണം. അത് തുറന്നു നോക്കുന്ന ഒരു വ്യക്തിയുടെ ബുക്കിൻ്റെ പേപ്പർ ചുളുങ്ങി തന്നെ ഇരിക്കുകയുള്ളൂ. അതിനകത്ത് ചിലപ്പം പല പേപ്പറും കാണത്തില്ല. കാരണം അവൻ പല പ്രാവശ്യമായിട്ട് അതിനെ പഠിച്ച് വിയർപ്പൊക്കെ വീണ ആ പേപ്പർ തന്നെ ചിലപ്പോൾ ഒരു ദ്രവിച്ചു പോയിന്ന് വരാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രന്ഥം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആ ഗ്രന്ഥമായി മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിയും സ്വന്തം മകളെ ദുരുപയോഗം ചെയ്യില്ല. എൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ പഠിക്കും. ഞാനൊരു അച്ഛനാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ധർമ്മം എന്ത്, എങ്ങനെ ചെയ്യണം, ഏതളവിൽ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ധർമ്മമല്ല ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത്. എനിക്കെൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ധർമ്മങ്ങളുണ്ട്. അതെപ്പോൾ, എങ്ങനെ, ഏതളവിൽ, ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കും. അതെൻ്റെ ഒരു ധർമ്മമാണ്. അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സമൂഹത്തോട്, എൻ്റെ രാഷ്ട്രത്തോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ധർമ്മം പ്രവർത്തിക്കേണ്ടത്. ഇത്രയേ ആ ഗ്രന്ഥം പറയുന്നുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയാണ് ഞാനൊരു ഭഗവാനെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാനൊരു ഈശ്വരനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്? അതിനകത്ത് ഈശ്വരനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സുഹൃത്തെ. ഇതേ പറയുന്നുള്ളൂ. നമ്മുടെ ബുദ്ധിയൊക്കെ വേറൊരു തലത്തിൽ, ഒരു ഈശ്വരീയ തലത്തിലേക്ക് കണ്ട് റെസ്പെക്റ്റ് ചെയ്യുക അവിടെ ചെയ്തത് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. അത്രയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. നമ്മൾക്ക് അന്നേരം ഒരു ഭക്തി തോന്നണം. ആ ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബുദ്ധിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. എന്നെ എന്നും നിയന്ത്രിക്കുന്ന ബുദ്ധി, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. നാളെയും എനിക്ക് നല്ല വഴികാട്ടിയായി നീ വരണം. അതിനനുസരിച്ചുള്ള അറിവുകളെ ശേഖരിക്കാൻ എനിക്ക് പറ്റണം. ആ അറിവുകളെ വേണ്ട വിധത്തിൽ, വേണ്ട സമയത്ത്, വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ എനിക്ക് പറ്റണം. അതിന് നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ എൻ്റെ ബുദ്ധിയോട് പറയുകയാണ്. എന്താണ് അതിനെ ഞാനൊരു ബഹുമാനത്തോടു കൂടി ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ദോഷം? പിന്നെ അങ്ങ് ഇതിൽ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കോപ്പി അടിച്ച ഗ്രന്ഥമാണെന്നൊക്കെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് ആ രാമായണം താങ്കൾ പറഞ്ഞ കഥ എഴുതിയ വ്യക്തിയുടെ 4-5 തലമുറയ്ക്ക് മുമ്പ് രാമായണം ഉണ്ടായിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് വിട്ടേക്ക്, അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. എന്താണ് രാമായണം? താങ്കൾക്കറിയാമോ എന്താണ് രാമായണം? ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല. ബോധമാകുന്ന രാമൻ, മനസ്സാകുന്ന സീത, വിഷയങ്ങളിൽ പതിക്കുന്നു, അനന്തരം ഫലം ദുഃഖം. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കഥാതന്തു. ഇതിനെ ഓരോ ക്യാരക്ടേഴ്സ് ആക്കി ഡെവലപ്പ് ചെയ്ത് ഓരോ സിറ്റുവേഷൻ ഉണ്ടാക്കി എങ്ങനെയൊക്കെ നമ്മൾ അതിനെ തരണം ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ പതറുന്നു അവിടുന്ന് നമ്മളെങ്ങനെ കയറി വരണം, എൻ്റെ മനസ്സ് എവിടേക്കാണ് അടിഞ്ഞു പോകുന്നത്, എങ്ങനെയാണ് ഞാൻ മനസ്സിനെ കരകയറ്റിക്കൊണ്ട് വരേണ്ടത് എന്നേ ഉള്ളൂ. എൻ്റെ ബോധത്തെയാണ് രാമനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിനെയാണ് സീതയായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നത്. കാരണം മനസ്സാണ് എപ്പോഴും പ്രശ്നത്തിൽ പോയി ചാടുന്നത്. സീത പോയി
സ്വർണ്ണമാനിനെ കാണുന്നു, എനിക്കതിനെ വേണമെന്ന് വാശി പിടിക്കുന്നു. രാമൻ അറിയാം അത് തെറ്റാണെന്നറിയാം, നമ്മുടെ ബോധത്തിനറിയാം അത് വേണ്ടാത്തതാണ്, അത് എടുക്കണ്ട. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിന് വഴങ്ങി കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കൾ വന്ന് ചില കാര്യങ്ങൾ നമുക്ക് മേടിക്കണം എന്ന് പറയും, നമ്മുടെ ഭാര്യ വന്ന് പല കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് വേണ്ടാത്തതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടി വരും. ശരി ഏത് തെറ്റേതെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിലും ചിലപ്പോൾ തെറ്റ് അറിയാതെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാലും നമ്മൾ എന്തു ചെയ്യണം, എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നാണ് രാമായണം പറഞ്ഞു തരുന്നത്. അതിൻ്റെ അന്തസത്തയെ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അതിലെ കഥകളുടെ പുറകെ പോകാതിരിക്കുക. കഥകളുടെ പുറകെ പോയാൽ നമുക്ക് സയൻസ് പഠിക്കാൻ പറ്റത്തില്ല, അതിൽ ഒരു സയൻസും ഇല്ല. പിന്നെ താങ്കൾ പറഞ്ഞത് താങ്കൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്ന താങ്കളുടെ ബൈബിളിനെയാണ്. ആ ബൈബിൾ താങ്കൾ പഠിച്ചിട്ടുണ്ടോ, താങ്കൾ വായിച്ചിട്ടുണ്ടാവും. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ താങ്കളുടെ കാഴ്ചപ്പാടിൽ താങ്കൾ അത് മാത്രമേ അതിൻ്റെ കഥയെ എടുത്തിട്ടുള്ളൂ. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ താങ്കളുടെ തൊട്ടടുത്തുള്ള അയൽക്കാരനെ എന്നെപ്പോലെ അങ്ങ് സ്നേഹിക്കും. 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കായി പ്രശ്നമായി അവൻ്റെ ചെവിക്കൽ അടിച്ച് പറിച്ചിട്ട് വരുമായിരിക്കും, അല്ലേ? കഥയിലാണെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. 1 കിലോമീറ്റർ അപ്പുറം ഉള്ളവനെ സ്നേഹിക്കാൻ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ല. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ നിൻ്റെ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്ന പോലെ നീ അവൻ്റെ ഗ്രന്ഥത്തെ സ്നേഹിക്കുക. നീ നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നൊരർത്ഥത്തിലാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പം ഇതിനെല്ലാം ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കഥകളിലൂടെ ഇത് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ തന്നെ എനിക്ക് അയൽവക്കക്കാരൻ്റെ ഭാര്യയെ സ്നേഹിച്ചുകൂടാന്ന് ചോദിക്കാം. സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. ഇതിൽ ധാർമ്മികതയുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തി ധാർമ്മികതയാണെങ്കിൽ തനിക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. താൻ പ്രേമിച്ചോളൂ, സ്നേഹിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയല്ലേ നമ്മൾ ആ ഗ്രന്ഥത്തെ പഠിക്കേണ്ടത്. അങ്ങനെയൊന്ന് താങ്കളുടെ ഗ്രന്ഥത്തെ ഒന്ന് പഠിച്ചു നോക്കൂ. സുന്ദരമായ രീതിയിൽ കാര്യങ്ങൾ നമുക്കതിനകത്തുനിന്ന് ഒരുപാട് നന്മകൾ എടുക്കാനുണ്ട്. പിന്നെ ഏത് ഗ്രന്ഥമാണേലും അതിലൊക്കെ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടാകുന്നേ. അത് കാര്യങ്ങളെ കുറച്ച് മനസ്സിലാക്കിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെ ആ വിധത്തിൽ കണ്ടിട്ട് തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞിട്ട് ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുക, അത്രയും ചെയ്താൽ മതി. എനിക്കിത് ടോമി സെബാസ്റ്റ്യനോട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ അദ്ദേഹത്തെ കേൾക്കുന്ന ഒരു സമൂഹത്തിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളണം. അത് ഏത് ഗ്രന്ഥത്തിൽ നിന്നായാലും, ഏത് രാജ്യത്തിൽ ആയാലും, ഏത് വ്യക്തിയിൽ നിന്നായാലും അത് ശരിയെന്ന് തോന്നുന്നുവെങ്കിലല്ല, അത് ശരിയാണെങ്കിൽ, ശാസ്ത്രമാണെങ്കിൽ മാത്രം അതിനെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക. അതുകൊണ്ട് എനിക്ക് ടോമി സെബാസ്റ്റ്യനോട് പറയാനുള്ളത്, താങ്കൾ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വ്യക്തമായി പഠിച്ചിട്ട് ചെയ്യൂ. എന്തെങ്കിലും വന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എടുത്തുകൊണ്ട് വരാതെ, പ്രത്യേകിച്ച് മതഗ്രന്ഥങ്ങളായാലും ഏതായാലും താങ്കൾ സയൻറ്റിഫിക്കലി അതിനെ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ശാസ്ത്രീയമാണ്, നല്ല സയൻറ്റിഫിക് ആണെന്ന് ബോധ്യമായാൽ മാത്രം കൊണ്ട് അവതരിപ്പിക്കുക. എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടി, അപ്പം എനിക്ക് യുവാക്കളോട് വിളിച്ചു പറയാനും കുറേ ഉണ്ട് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഒരുപക്ഷെ അംഗീകരിക്കും. പക്ഷേ കുറച്ച് കാലം ചെല്ലുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പതുക്കെ ഇതിനെ തള്ളിക്കളയും. എസൻസ് അതിൻ്റെ ഭാരവാഹികൾ കുറച്ചുകൂടെ, എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നിലവാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് സയൻസ് ഉള്ള കാര്യങ്ങളെ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറരുത് എന്നൊരു അപേക്ഷയും കൂടെ എനിക്കുണ്ട്. നന്ദി.